വെൽക്കം ടു നിഷ സ്പൈസസ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഈസി പുഡിംഗ് എന്ന് വെച്ചാൽ 5 മിനിറ്റ് മതി. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു പുഡിംഗ് ഉണ്ടാക്കാം. നമുക്ക് എന്തെങ്കിലും സ്വീറ്റ്സ് കഴിക്കാൻ തോന്നുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗസ്റ്റ് വരുമ്പോഴോ ഒക്കെ ഈസി ആയിട്ട് വെറും 5 മിനിറ്റ്, അത് മാക്സിമം ടൈമാണ്. അപ്പോൾ നല്ല ഉഗ്രൻ ടേസ്റ്റുമാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 1/2 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല തണുത്ത പാലാണ്. ഫ്രിഡ്ജിൽ നിന്ന് കാച്ചി ഫ്രിഡ്ജിൽ വെക്കാം. ഇതിപ്പോൾ ഞാൻ കാച്ചാത്ത പാല് തന്നെ എടുത്തേക്കാണ്. ഫ്രഷ് മിൽക്ക് നാട്ടിലാണെങ്കിൽ ഇപ്പം കാച്ചിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. തണുത്ത പാല് വേണം, അത് ശ്രദ്ധിച്ചാൽ മതി. ചൂട് പാലെടുക്കരുത്. ഇനിയും അതിലോട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത്, ഇതിപ്പം സ്ട്രോബെറി എസൻസ് ആണ്. ഇപ്പം എന്ത് ഫ്ലേവറിലുള്ള എസൻസ് വേണമെങ്കിലും ഇടാം കേട്ടോ. ഇപ്പം ഞാൻ നേരത്തെ കുറേ പുഡിങ്സിലൊക്കെ കാണിച്ചിട്ടുണ്ട്. നല്ല പിസ്ത, ടൈഗറിന്റെ ഒക്കെ പിസ്ത എസൻസ്, റോസ് എസൻസ്, ഇതൊക്കെ നാട്ടിൽ ഈസി ആയിട്ട് കിട്ടുന്നതാണ്. ഇപ്പൊ യുഎയിലുള്ളവർക്ക് അത് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും അത് വെച്ച് കാണിക്കുമ്പോൾ ഇവിടെ കിട്ടാറില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സ്ട്രോബെറി എസൻസ് കാണിക്കാൻ കാര്യം. പിസ്തയും റോസ് എസൻസും ഒക്കെ നാട്ടിൽ എല്ലാ ചെറിയ കടകളിലും കിട്ടുന്നതാണ് കേട്ടോ. അപ്പം ഏത് ഫ്ലേവറാണ് ഇഷ്ടം ആ എസൻസ് ചേർക്കാം. അപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു എസൻസ് എന്നേ പറയുന്നുള്ളൂ. അപ്പൊ അത് ഏകദേശം ഒരു 3-4 ഡ്രോപ്സ് ഇതിനകത്തോട്ട് ചേർക്കാം. ഒത്തിരി ചേർക്കണ്ട, നമ്മൾ ഒരുപാട് ചേർത്താല് ഒരു വല്ലാത്ത ടേസ്റ്റ് ആയി പോകും. എസൻസ് ചേർത്ത് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ബ്രെഡ് സ്ലൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഒരു 2 പീസ് ബ്രെഡ് എടുത്തിട്ടുള്ളൂ. അറ്റം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അറ്റം കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എനിക്ക് പുഡിംഗ് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിന്റെ അളവിൽ പീസാക്കി വെച്ചാണ്. നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും അങ്ങനെ സൈസ് ആക്കണമെന്നൊന്നുമില്ല. ആ പാത്രത്തിൽ വെക്കാൻ തക്ക വിധം പീസാക്കണമാണ് എളുപ്പം. എന്നിട്ട് ഓരോ ബ്രെഡ് പീസായിട്ട് ഈ പാല് മുക്കുക. ഈ പാത്രത്തിന്റെ അടിയിലത്തെ ലെയർ, ബേസ് ലെയർ സെറ്റ് ചെയ്യാനായിട്ടാണ് കേട്ടോ. അപ്പൊ നന്നായിട്ട് മുക്കിയെടുക്കണം. ഇല്ലെങ്കിൽ അത് നമുക്ക് പുഡിംഗ് കഴിക്കുമ്പോഴത്തേക്ക് അത് നല്ലതായിട്ട് കുതിർന്ന് കിട്ടത്തില്ല. അപ്പം ഓരോ ബ്രെഡ് സ്ലൈസ് ആയിട്ട് എടുത്ത് അതിൽ ഡിപ്പ് ചെയ്തെടുക്കുക. ഇങ്ങനെ നിരത്തി വെക്കുക. ഞാൻ ഈ പാത്രത്തിന്റെ അളവിലാണ് ബ്രെഡ് സ്ലൈസ് മുറിച്ചെടുത്തത്. അപ്പൊ നിങ്ങൾക്ക് ഏത് പാത്രമാണ് എടുക്കുന്നത് അതിന്റെ അളവിൽ ബ്രെഡ് പീസ് എടുത്താൽ മതി. ഇനിയും കുറച്ച് പാല് ബാക്കിയുള്ളത് അതിന്റെ മുകളിലോട്ടൊന്ന് ഒഴിക്കണേ. ഒരുപാട് ഒഴിക്കണ്ട, ഇച്ചിരി ഒഴിച്ചാൽ മതി. ഞാൻ പറഞ്ഞ 1/2 കപ്പ് പാൽ എടുക്കുകയാണെങ്കിൽ ഏകദേശം കറക്റ്റ് ആവും. അപ്പൊ ആ ബ്രെഡ് അതിനകത്ത് നല്ലതായിട്ട് കുതിർന്നിരുന്നോളും. ഇനി അടുത്ത ഞാൻ എടുത്തേക്കുന്നത് വിപ്പിംഗ് ക്രീമാണ്. ഇത് 1 കപ്പ് വിപ്പിംഗ് ക്രീം, 1 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം എടുത്ത് ബീറ്റ് ചെയ്തതാണ്. ഇത് ഞാൻ മിക്സിയിൽ വെച്ച് ബീറ്റ് ചെയ്ത വിപ്പിംഗ് ക്രീമാണ്. അപ്പം ഇത് ഞാൻ 5 മിനിറ്റ് പുഡിംഗ് എന്ന് പറയാൻ കാര്യം, ഈ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തത് 1 മിനിറ്റേ മതി ഇത് മിക്സിയിൽ ബീറ്റ് ചെയ്യാൻ. അതിന്റെ വീഡിയോ ഞാൻ ഇതിന്റെ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. എങ്ങനെ മിക്സിയിൽ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം എന്നുള്ളത്. നല്ല സ്റ്റിഫായിട്ട് കിട്ടാനായിട്ട് കറക്റ്റ് 1 മിനിറ്റ് മതി. അതാണ് ഞാൻ പറഞ്ഞ, ഈ പുഡിങ്ങിന് കറക്റ്റ് 5 മിനിറ്റ് ഈ പുഡിംഗ് റെഡിയാക്കാം. 1 മിനിറ്റ് മിക്സിയിൽ വെച്ച് ബീറ്റ് ചെയ്ത് വിപ്പിംഗ് ക്രീമാണ്. പിന്നെ നോൺ ഡയറി വിപ്പിംഗ് ക്രീം എടുക്കണം. പിന്നെ ഒരു കാര്യം, ഈ പുഡിംഗ് ഇപ്പൊ വിപ്പിംഗ് ക്രീം തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. തിക്ക് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം, ഏത് ക്രീം വേണമെങ്കിലും യൂസ് ചെയ്യാം. അതൊക്കെയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് മാക്ടോപ്പിന്റെ വിപ്പിംഗ് ക്രീം, ഇതിനകത്ത് ഓൾറെഡി ഷുഗർ ഉണ്ട്. അതുകൊണ്ട് എക്സ്ട്രാ മധുരം ചേർക്കേണ്ട കാര്യമില്ല. ഇതിപ്പം 1 കപ്പ് വിപ്പിംഗ് ക്രീമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഇതിന് ഇപ്പം മധുരം ഇല്ലാത്ത വിപ്പിംഗ് ക്രീമാണ് നിങ്ങൾ എടുക്കുന്നെങ്കിൽ ഏകദേശം 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര നന്നായിട്ട് ചേർത്തൊന്ന് മിക്സ് ആക്കുക. അത് സ്പൂൺ വെച്ചിട്ട് തന്നെ മിക്സ് ആക്കിയാൽ മതി. പൊടിച്ച പഞ്ചസാര ചേർക്കണം. ഇല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ആയാലും മതി. 1/2 കപ്പ് മതി. കാരണം 1 കപ്പ് വിപ്പിംഗ് ക്രീമേ ഉള്ളൂ. അത് കാരണം 1/2 കപ്പ് പഞ്ചസാര അല്ലെങ്കിൽ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്. ഇതിപ്പം ഷുഗർ ഉള്ളതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. അപ്പം ഇതിലോട്ട് 1 ടീസ്പൂൺ ഈ എസൻസ് ചേർക്കുകയാണ്. ഈ വിപ്പിംഗ് ക്രീം ഇവിടെ UAE കിട്ടുന്ന മാക്ടോപ്പ് എന്നും പറഞ്ഞ ബ്രാൻഡാണ് കേട്ടോ. നാട്ടിലാണെങ്കിൽ ഫിയോന നല്ലതാണ്, റിച്ചി നല്ലതാണ്. നോൺ ഡയറി വിപ്പിംഗ് ക്രീം മേടിക്കാൻ ശ്രദ്ധിച്ചാൽ മതി. ഈ സ്ട്രോബെറി എസൻസ് ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി. ഇപ്പം നല്ലൊരു സ്ട്രോബെറി ഒരു നല്ല മണം വരുന്നുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു 2 ഡ്രോപ്പ് റെഡ് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. അത് തികച്ചും ഓപ്ഷനിലാണ്. വീട്ടിൽ ചെയ്യുമ്പം ചേർക്കണമെന്നൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ ഫോട്ടോയ്ക്ക് ഒരു ഭംഗിക്ക് വേണ്ടി താഴത്തെ ലെയർ വൈറ്റ് അല്ലേ, അപ്പം ഇതിന് ഒരു കളറിന് വേണ്ടിയിട്ട്, ഇപ്പൊ സ്ട്രോബെറിയുടെ ഒരു കളറിന് വേണ്ടിയിട്ട് ഇച്ചിരി 2 ഡ്രോപ്പ് റെഡ് ഫുഡ് കളർ ചേർക്കുവാണേ. ഇനിയും ഈ സ്പാച്ചിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ആക്കുക. ഇതിപ്പോ നല്ല സ്ട്രോബെറിയുടെ ഒരു കളർ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനിയും ഇതിന്റെ പുറത്തോട്ട്, ഈ ബ്രെഡിന്റെ പുറത്തോട്ട്, ബ്രെഡ് ഇപ്പൊ പാൽ ഒഴിച്ചിരുന്ന് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഒട്ടും എക്സ്ട്രാ പാലില്ല. പുറത്തോട്ട് ലെയർ ചെയ്യാം. ഇനിയും നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി.
ചെയ്തിട്ടുണ്ട്. ഇനിയും ഇതിന്റെ മുകളിൽ എന്ത് വേണമെങ്കിലും വെച്ച് ഗാർണിഷ് ചെയ്യാം. സ്ട്രോബെറി, ഫ്രഷ് സ്ട്രോബെറി ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പൊ സ്ട്രോബെറി ഇരിപ്പില്ല. അന്ന് കേക്ക് ഉണ്ടാക്കിയതിന്റെ ബാക്കി കുറച്ച് ചെറി 2-3 ഇരിപ്പുണ്ട്. അതും പിന്നെ ഇച്ചിരി ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാന്ന് വിചാരിച്ചു. ചെറി ഞാൻ 2ആയിട്ടൊന്ന് കട്ട് ചെയ്തേ. കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി ഇട്ടു. ഓവറായിട്ട് ഇട്ടാൽ ആ കളർ കാണത്തില്ല, ഒരു സ്ട്രോബെറിയുടെ ഒരു ലുക്ക് വേണ്ടേ. ഞാൻ പറഞ്ഞില്ല, ഫ്രഷ് സ്ട്രോബെറി ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കേട്ടോ. ഇത് ഇനിയും ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ആക്കിയാൽ മതി. ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്, ഫ്രീസറിലല്ല. ഫ്രിഡ്ജിൽ വെച്ച് ഒരു 4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നല്ല സെറ്റായി കിട്ടും. പുഡിംഗ് സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പം 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ലതായിട്ട് സെറ്റായിട്ട് ഇരിപ്പുണ്ടാവും. അപ്പം 5 മിനിറ്റ് സമയത്തിനകം ഉണ്ടാക്കാൻ പറ്റിയ ഒരു സൂപ്പർ ടേസ്റ്റി ഡെസേർട്ട് അല്ല ഇത്. ഞാൻ സാധാരണ പുഡിംഗ് ഒക്കെ ഇട്ടിട്ടുള്ളതെല്ലാം ഒരു 10-15 മിനിറ്റ് എടുക്കുന്ന പുഡിങ്ങുകളാണ്. ഇതാണ് ഏറ്റവും 5 മിനിറ്റ് ഇത്രയും കുറവ് സമയത്തുള്ള ഒരു പുഡിംഗ്. ഞാൻ ഒരുപാട് പുഡിംഗ് ഇട്ടിട്ടുള്ളതിൽ ഏറ്റവും കുറവ് സമയത്തുള്ള പുഡിങ്ങാണിത്. പക്ഷെ ഉഗ്രൻ ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിപ്പോ ശരിക്കും ഈ നമ്മൾ റെസ്റ്റോറൻറ്റ്സിൽ ബുഫേക്കൊക്കെ പോകുമ്പോഴത്തേക്കും അവിടെ സാധാരണ ഇങ്ങനത്തെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഈ സ്ട്രോബെറി സൂഫ്ലേ ഒക്കെ മോഡലാണ് ഇതിന്റെ മോൾ വശം. താഴെ ആ ബേസ് ലെയറും നമ്മൾ പുറത്തൊക്കെ കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഡെസേർട്ടാണ്. ശരിക്കും നിങ്ങൾ പുറത്ത് ആർക്കെങ്കിലും ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു അപ്രിസിയേഷൻ കിട്ടും. നമുക്ക് നല്ല ഈസി പണിയല്ലേ. ഈ വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ ഒരു തിക്ക് ക്രീം ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഡെഫിനറ്റ് ആയിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയണം. ഇതിനകത്തെ ഫ്ലേവർ ഞാൻ പറഞ്ഞാൽ ഇഷ്ടമുള്ള ഫ്ലേവർ ആക്കാം കേട്ടോ. പിസ്തയോ സ്ട്രോബെറിയോ റോസ് എസൻസോ അങ്ങനെ ഇഷ്ടമുള്ള ഫ്ലേവറിൽ നമുക്ക് ചെയ്യാം. ചോക്ലേറ്റും ചെയ്യാം. കൊക്കോ പൗഡർ മിക്സ് ചെയ്താൽ ഇത് ചോക്ലേറ്റും ആക്കാം. അപ്പം ശരി, നമുക്ക് അടുത്ത പ്രാവശ്യം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.